അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെന്റൽ പീസ് ചാലഞ്ചിന്റെ 17ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും നിയന്ത്രിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് സെൽഫ് ടോക്ക്, അഥവാ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണങ്ങൾ. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേപോലെ സങ്കടം നിറഞ്ഞതാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് സംസാരങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരു തടവറയാക്കി മാറ്റും. ഒരു ട്രെയിനർ എന്ന നിലയിൽ പറയാം, നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത്. ഈ സെൽഫ് ടോക്കിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാമെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി സെൽഫ് ടോക്കിന്റെ സൈക്കോളജിയും ഇസ്ലാമും. സൈക്കോളജിയിൽ ഇതിനെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും നമ്മൾ പറയുന്ന വാക്കുകളെയും പോസിറ്റീവായി മാറ്റിയെടുക്കുന്ന രീതിയാണിത്. നമ്മുടെ വാക്കുകൾ പോസിറ്റീവ് ആകുമ്പോൾ തലച്ചോറിലെ ചിന്തകളും പോസിറ്റീവായി മാറാം. ഇസ്ലാം നമ്മോട് എപ്പോഴും നല്ലത് മാത്രം സംസാരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നത്. ഈ നിയമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും ബാധകമാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ശബ്ദങ്ങളെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് സെൽഫ് ടോക്ക് വളർത്താനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത്, ഉള്ളിലെ വിമർശകനെ കണ്ടെത്തുക. ക്യാച്ച് ദ ഇന്നർ ക്രിട്ടിക്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴൊക്കെയാണോ സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തകൾ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരു പരാജയം വരുമ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നതിന് പകരം ഇതൊരു പാഠമാണ്, അടുത്ത തവണ ഞാൻ മെച്ചപ്പെടും എന്ന് തിരുത്തി പറഞ്ഞു ശീലിക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന്റെ മനഃശാസ്ത്രം. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇത് നടക്കുമോ എന്ന് എനിക്കുറപ്പില്ല എന്ന് പറയുന്നതിന് പകരം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇത് നടക്കും എന്ന് പറയുക. ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതൊഴികെ യാതൊരു കാര്യത്തെപ്പറ്റിയും നാളെ ഞാനത് ചെയ്യാമെന്ന് നീ പറഞ്ഞു പോകരുത്. ഇത് നമ്മുടെ മനസ്സിലെ അനാവശ്യ ഭാരങ്ങളെ ഇല്ലാതാക്കും. മൂന്നാമത്തെ കാര്യം, ശുഭപ്രതീക്ഷ കൈവിടരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയരുത്. ഒരു ഖുദ്സിയായ ഹദീസിൽ പറയപ്പെടുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി. എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെയാണ് ഞാൻ. അതുകൊണ്ട് അള്ളാഹു എനിക്ക് ഇതിലും നല്ലത് തരുമെന്ന് എപ്പോഴും നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, പ്രഭാതവചനങ്ങൾ, അഫർമേഷൻ ശീലിക്കുക. ദിവസവും പോസിറ്റീവ് വചനങ്ങൾ പറയുക. രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് എനർജി നൽകുന്ന വാക്കുകൾ പറയുക. ഇന്ന് നല്ലൊരു ദിവസമാണ്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. പരാതികൾക്ക് പകരം അൽഹംദുലില്ലാ എന്ന് പറയുക. മനസ്സിലേക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഉടനെ നാവുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ഉച്ചരിക്കുക. പരാതികൾ പറയുന്ന സെൽഫ് ടോക്കിനെ നന്ദി പറയുന്ന സെൽഫ് ടോക്കാക്കി മാറ്റുന്ന സമയത്ത് മനസ്സിന് വല്ലാത്ത ശാന്തത, തുമൈനീന ലഭിക്കും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തയോ ഭയമോ വരികയാണെങ്കിൽ ഉടൻ തന്നെ അതിനൊരു പോസിറ്റീവ് വാചകം കൊണ്ട് തിരുത്തുക. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എല്ലാം ശരിയാകും എന്ന് 3 തവണ ഉച്ചത്തിൽ നിങ്ങളോട് തന്നെ പറയുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തോട് എപ്പോഴും കരുണയോടെ സംസാരിക്കുക. നല്ല വാക്കുകൾ നല്ലൊരു ജീവിതം തന്നെ തരും. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ നമ്മളുടെ ചിന്തകളെ പ്രകാശപൂരിതമാക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 18ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.